99% ആൾക്കാരും യൂട്യൂബിൽ സക്സസ് ആകാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ സക്സസ് ആകണമെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നതാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പോൾ യൂട്യൂബ് തുറന്നു, അതിൽ ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മില്യൺസ് അല്ലെങ്കിൽ ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതേ കണ്ടൻറ്റ് നമുക്ക് ചെയ്യാം എന്ന് കരുതി നമ്മൾ ചെയ്യുമ്പോഴാണ് ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും ഗ്രോ ആയിട്ട് മുന്നോട്ട് വരാൻ കഴിയാത്തത്. ഈ കാര്യം ആദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വാസമുള്ള ഒരു കണ്ടൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് ആ ഒരു കണ്ടൻറ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ യൂട്യൂബിൽ 100% നമുക്ക് മുന്നേറാൻ സാധിക്കും. അതല്ലാതെ മറ്റുള്ളവരുടെ വീഡിയോ കണ്ട് അതേപോലെ കോപ്പി അടിച്ച് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാലത്തും നമ്മളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് വ്യൂസ് ഇല്ലാതെ കഷ്ടപ്പെടുന്നത്, സബ് ഇല്ലാതെ കഷ്ടപ്പെടുന്നത്, അതേപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു വിഷയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് നിങ്ങൾ യൂട്യൂബിൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഈ കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ് യൂട്യൂബിൽ എങ്ങനെയൊക്കെയാണ് വ്യൂസ് വരുന്നത് എന്നുള്ളത്. നമുക്ക് സെർച്ചിൽ നിന്നുള്ള വ്യൂസും അതേപോലെ തന്നെ സജസ്റ്റഡ് വ്യൂസും അതേപോലെ തന്നെ ബ്രൗസ് ഫീച്ചറിൽ നിന്നുള്ള വ്യൂസും, ഈ വ്യൂസുകളാണ് നമ്മളുടെ ചാനലിനെ ഗ്രോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. നമ്മൾ പേ ചെയ്തിട്ട് എവിടുന്നെങ്കിലും വ്യൂസ് വരുത്തിയിട്ട് നമ്മളുടെ ചാനലിൽ ഇത്ര വ്യൂസ് ഉണ്ട് എന്നിട്ടും നമ്മളുടെ ചാനൽ ഗ്രോ ആകുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ബൈ ചെയ്ത് നിങ്ങൾ ഒരിക്കലും വ്യൂസ് വാങ്ങരുത്. നിങ്ങൾക്ക് ജെനുവനായിട്ടുള്ള വ്യൂസ് വരണമെങ്കിൽ നിങ്ങൾ ജെനുവനായിട്ട് വീഡിയോ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വ്യൂസും അതിൽ നിന്ന് കിട്ടുന്ന സബും അതിൽ നിന്ന് കിട്ടുന്ന ലൈക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. ഈ കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചു അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഏത് കണ്ടൻ്റാണോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കണ്ടൻറ്റ് പരമായ കീവേഡുകൾ നമ്മൾ കണ്ടെത്തി നമ്മളുടെ ചാനലിൻ്റെ കീവേഡിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിൽ വലിയ യൂട്യൂബേഴ്സിൻ്റെ നമ്മളുടെ കണ്ടൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുമായിട്ട് ഉള്ള യൂട്യൂബേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ അവരുടെ ചാനൽ നെയിം കൂടി നമ്മളുടെ കീവേഡിൽ ഉൾപ്പെടുത്തുക. ഇങ്ങനെ ഉൾപ്പെടുത്തി നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റിജക്റ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ മതിയാവൂ. ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ചാനൽ ഗ്രോ ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം ആദ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കീവേഡുകൾ നമ്മൾ ഇട്ടു. ആ കീവേഡ് പരമായിട്ടുള്ള വീഡിയോസ് വേണം നമ്മളുടെ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ആ കീവേഡുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇത്രയും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇനിയെങ്കിലും ഇപ്പോൾ ഇതുവരെ വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത്രയും വീഡിയോസ് ഇട്ടിട്ടും ഗ്രോ ചെയ്യാത്തവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. നമ്മളുടെ ചാനലിൽ നമ്മൾ ഏതൊക്കെ കീവേഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ആ കീവേഡ് സംബന്ധമായ വീഡിയോസ് ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡുകൾ നമ്മൾ കണ്ടെത്തി അത് നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വിഷയം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ജയ് ഹിന്ദ്.